ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ ഭയങ്കര മഴയാണ്. ഇന്നത്തെ ബോംബെ റെഡ് അലർട്ട് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയേക്കും. പിള്ളേർക്കെല്ലാം അവധിയാണ്. പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഒരാൾ ഓൺലൈനിലാണ്, ഒരാൾ ഓഫ്ലൈൻ ആയി. ഞങ്ങൾ ഇറങ്ങി. ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പിക്ചർ കാണാൻ പോവാം. ഏതാണ് പിക്ചറിന്റെ പേര്? നരസിംഹ മന്നാടിയാറാണോ? അല്ല, ഒരു കാർട്ടൂൺ ആനിമേറ്റഡ് മൂവിയാണ്. ഏത് ഭഗവാനാണ്? നരസിംഹമാണോ? അതിനുള്ള അപ്പം എന്റെ അനിയൻ വിളിച്ചു പറഞ്ഞായിരുന്നു നല്ല മൂവിയാണെന്ന്. അത് കാരണം പിള്ളേർക്ക് നിനക്ക് സമയം ഉണ്ടെങ്കിൽ പിള്ളേരെ പോയി കാണിക്കണമെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇന്ന് അവധിയായിട്ട് കാരണം കൊണ്ടാണ്. മഴയായിട്ട് വീട്ടിലിരുന്ന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടുത്താണ്, ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ പോയിട്ട് നെക്സസിലാണ്, നെക്സസ് സിനിപ്ലക്സ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിൽ നല്ല മഴയാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നാട്ടിൽ സ്കൂളുകൾക്കെല്ലാം അവധിയാണ് പക്ഷേ അല്ലേ? പിന്നെ 10:45 ഷോ ആയി. ഇപ്പം 10:13 ആയി. ഇനി അവിടെ ചെല്ലുമ്പോൾ റോഡിൽ ട്രാഫിക് ആണെങ്കിൽ പണി കിട്ടും. ചിലപ്പോ ഞങ്ങൾക്ക് പകുതി സിനിമ സ്റ്റാർട്ട് ആയതിനു ശേഷമായിരിക്കും ഞങ്ങള് പോയി കാണുന്നത്. അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ ഓഫീസ് ടൈം അല്ലെങ്കിൽ റോഡിന് ചെറിയ പണി വന്നോണ്ടിരിക്കുക. റോഡിലൊക്കെ ട്രാഫിക് ജാം ആവുകയാണെങ്കിൽ നമുക്ക് സമയം എടുക്കും അവിടെ ചെല്ലാൻ വേണ്ടി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് ഫ്ലോറില്ല, 3rd ഫ്ലോറിലും കണ്ടതല്ലേ? അത് ദൂരെയാണ്, ഓടി പോകേണ്ടി വരും. 1.5 ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. 1:45 ഉണ്ടായിരുന്നു ഒരു ഷോ. പക്ഷെ പിന്നെ ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഡേ പോകും. 1:45 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 3:30 ആകും ഇറങ്ങി വരുമ്പോഴത്തേക്ക്. പിന്നെ വീട്ടിൽ വന്ന് കഴിച്ച് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് പോകേണ്ട സമയമാകും. അതുകൊണ്ട് വിചാരിച്ച് ഇന്ന് തന്നെ നേരത്തെ തന്നെ ഷോ പോകണമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ സിഗ്നൽ ഉണ്ടെന്ന് തോന്നുന്നു, പോയില്ല. സിഗ്നലുണ്ട്. ഇങ്ങോട്ടില്ല. ഇവിടുത്തെ വെള്ളക്കുടി കാണിക്കാം നിങ്ങൾ. ട്രാഫിക് ജാം ഒക്കെ കാണിച്ചാൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും അവിടെ നിന്ന് പറയും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഉലുവയിൽ തന്നെയാണ്. ഉണ്ടോ? ഇവിടാണ് മുംബൈയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന് പണിയെടുത്തോണ്ടിരിക്കും. അതാണ് ഈ റോഡ് മുഴുവൻ ഇന്റർനാഷണൽ വലിയ ഗട്ടർ കിടക്കുന്നു. ഇതുപോലത്തെ ഗട്ടർ എനിക്ക് വയ്യ. ഭയങ്കര കൊലുങ്ങ വണ്ടി കിടന്നു. ചെറുകെ പോകേണ്ടി വരും. ലെഫ്റ്റ് മുഴുവൻ കുഴിയാ. പക്ഷേ അവനെന്തോ അവന്റെ ട്രക്കല്ലേ ആകെ ബീച്ച്. ഇതാണ് എയർപോർട്ടിന്റെ എൻട്രൻസ് ആണ് തോന്നുന്നത് അല്ലേ? അത് എൻട്രൻസ് അല്ല, എൻട്രൻസ്. ഇവിടുന്ന് അകത്തോട്ട് എൻട്രൻസ് കറക്റ്റ് ബീച്ചല്ലാത്തേ. പുതിയ വണ്ടിയാ മിറ്റോ അവന്റെ. പുതിയ വണ്ടി കുറച്ചുകൊണ്ട് വിടാം. വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരിക്കുന്നു. ഇതിന് വേണ്ടടാ. കോട്ടെ ഇവിടെ എല്ലാം ഫ്ലൈ ഓവർ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് ഇവിടുന്ന് സെറ്റപ്പ് ആകും. മേഘം റോഡ് കഴിക്കല്ലേ. ഗട്ടർ നോക്കി വണ്ടി ഗട്ടറുള്ള വഴി കൂടെ പോയിക്കൊണ്ടിരിക്കും. അവിടെ മുഴുവൻ സൈഡ് മുഴുവൻ പൊളിഞ്ഞെടുക്കുക റോഡ്. അതുകൊണ്ട് ഇങ്ങോട്ട് വഴി ഉണ്ടാക്കും. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഈ ബ്രിഡ്ജിന്റെ താഴെയാ വീണത്. ഇവിടെ ഈ സ്പോട്ടിൽ ഈ വണ്ടി കിടക്കുന്ന അവിടെ ഞാൻ വീണു. ഇനിയിപ്പം ട്രാഫിക് ഇല്ല. ഇനിയിപ്പം അവിടെ ചിലപ്പോൾ കിട്ടും. നമ്മൾ ആ ഇന്റർനാഷണൽ ട്രാഫിക്. വീടിന്റെ ഈ വയറിടയ്ക്കും ചെറിയ കുഴികളുണ്ട്. ആ കാണുന്നതാണ് എയർപോർട്ട്. കാണാമോ? ആ കാണുന്നതാണ് എയർപോർട്ട്. ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇവിടെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് അങ്ങോട്ട് ഇവിടെ എല്ലാം പോകുന്നതാണ്. ഇല്ല, ഇതൊരു പോയിരിക്കും അല്ലേ? മുംബൈ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് പാസ് ചെയ്യും. അവിടെ നമ്മുടെ മുമ്പിൽ കൂടെ എങ്ങനെ നല്ല സ്ഥലം കാണാൻ. ഇത് റെയിൽവേ ലൈനാണ്. ഇത് റെയിൽവേ ലൈനാണ്. ഇത് ബേലാപ്പൂർ പോർട്ടാണ്.
ക്രീക്ക്, ബേലാപൂർ ക്രീക്ക് എന്ന് പറഞ്ഞു. ഇതിന്റെ മണ്ടയ്ക്കൂടാണ് റെയിൽവേ പോകുന്നത്. ഇപ്പൊ മഴ ആയ കാരണം കൊണ്ട് ചിലപ്പോൾ റോഡിൽ മുഴുവൻ വെള്ളമാണ്. അവിടെ ഒത്തിരി വെള്ളമാണ്. അവിടുന്ന് ചാടി വരുന്ന വെള്ളമെല്ലാം റോഡിൽ കിടക്കും. അവരിവിടുന്ന് വണ്ടി ചെറിയ പോകാൻ പറ്റും. ഓട്ടോക്കാരന്മാരെല്ലാം സൈഡ് വഴി പോകുന്നു, 2 വീലർമാർ സൈഡ് വഴി പോകുന്നു. അതിനകത്താണ് കയറി കഴിഞ്ഞാൽ എഞ്ചിനകത്ത് കയറും വെള്ളം. റോഡിൽ മുഴുവൻ വെള്ളം. 2 സൈഡിലുണ്ട്. വരുന്ന വഴിക്ക് അവിടെ ഉണ്ട് വെള്ളം. ഇവിടെ എന്തെങ്കിലും ചെയ്യണം. ഇവർ ഇത്ര എല്ലാ വർഷവും ഇങ്ങനെ ഇവിടെ കയറുന്ന വെള്ളം. എല്ലാ വർഷവും ഇവരെന്തോ ചെയ്യുന്ന അറിയത്തില്ല. ഇതാണ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. ഇതാണ് NMMC. ഇങ്ങോട്ട് കുത്തിക്കോട്ടെ. NMMC, നൈ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. വൈപ്പർ ചെന്നു. നല്ല രസമുണ്ട് കാണാൻ. ഫ്ലാഗ് ഊരിക്കളഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഊരിക്കളഞ്ഞു. ഇതാണ് പാം ബീച്ച് ഹൈവേ. ബോംബെ വന്നവർക്കൊക്കെ അറിയാം ഇതെന്തുവാണ്. കൊറേ ആക്സിഡന്റ്സ് ഉണ്ടാവുന്ന സ്ഥലമാണ്. ഒരുപാട്. പൊട്ടെ 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 45. സെൻട്രൽ മാൾ. ഇതാണ് സെൻട്രൽ മാൾ. സെൻട്രൽ മാളിൽ നിന്നുള്ള വെളിയിലെ വ്യൂ ആണിത്. നമുക്ക് അകത്തോട്ട് കയറാം. അകത്ത് കയറി കഴിഞ്ഞ് പാർക്ക് ചെയ്യണം. പിന്നെ അവിടെ ഓടിപ്പിടിച്ച് പോകണം. 45 का टोल है, अभी 30 हुआ है. ठीक है ना. ഇവിടെ തിരക്ക് കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ശ്രദ്ധിക്കണം, ബോട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നല്ല ഇത് എൻട്രൻസ് ശരിക്കും പറഞ്ഞത്. സിനെപോളിസ് ഐമാക്സ് 4D ആണോ 3D ആണോ നീ എടുത്ത മിറ്റു? This is Seawoods. ഇവിടെ നിന്ന് എൻട്രി. ഇവിടെ നീ പാർക്ക് ചെയ്യണം. ദൈവമേ, ണ്ടോ ആരാ ഇവിടെ ആരുമില്ല. അവിടെ ആളങ്ങോട്ടില്ല. ആ റോഡിൽ കൂടെ ഇങ്ങോട്ട് വരാം. നിർത്തി വെച്ചിട്ട് അത് കണക്ട് ചെയ്യാം. ഇരുട്ടാണല്ലോ. ചെക്കിംഗ് ഉണ്ട്. ഇവിടെ ചെക്കിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കുണ്ടല്ലോ. അങ്ങോട്ട് അവിടെ എല്ലാം കാലിയാണ്. ഇവിടെ തന്നെ ഇട്. ഇവിടെ കാലി എല്ലാം റെഡാ. അവിടെ കൊണ്ടുവിടാം. ഇവിടെ ഇടായിരുന്നു, ഇപ്പഴത്തും ഇല്ലായിരുന്നു. അങ്ങ് ദൂരെ പോണ്ടായിരുന്നു. ഇവിടെ എല്ലാം റെഡ് അടി പോയി. ഇവിടെ ഇടാം. ലെഫ്റ്റ് ഇട്. इधर नहीं इधर इला इधर देखना. अरे यहाँ पे पीछे है रे माँ. अच्छा अपन ये सब आएंगे तो अपना गाड़ी दिखेगा. अरे गाड़ी है. गाड़ी बड़ी सामने उണ്ടടാ. അതിന് നമുക്ക് ഛർദിക്കുന്ന പോലെ. B53 എടുത്തോ? इधर क्या
ബനാന ലീഫ് ഞാനിത് വെജ് ഡൈനിങ് കോഫി ഹൗസ്. ചോദിച്ചു നോക്കാം എന്തോ banana leaf में क्या है? अच्छा पहले वहाँ पे जाते हैं ना कि भूख लगेगी. वेज ही रहेगा. अरे वहाँ पे जाते हैं मामा. ഇത് वहाँ पे. ചുമ്മാ ഇവർ ഇത് ചെയ്തടാ. अच्छा टिकट लेना पड़ेगा टिकट. अच्छा टिकट लेना पड़ेगा. टिकट कैसा लेने का है? कैसा है कुछ मुझे नहीं मालूम. നമുക്ക് എവിടെ പോണ്ട? ബാബാ നമുക്കിവിടെ ബി എയർ സ്പേസിലാകും. अच्छा मेरे को पीछे कर रहे हैं. मैं पता है. यार चलिए. ഞാൻ അടക്ക് ചെത്തത്. ऐसा क्या? പിന്നെ ഇത് ഫുഡ് കോർട്ടാ. अब अपन कभी भी आते थे सीउड वाले मॉल में आते हैं ना. अब अपन ने इधर कुछ खाया था. हाँ इधर ബാസ്കിൻ ये ऐसा ऐसा लगता है. ഫുഡ് കോർട്ട് എല്ലാം ഖാലിയാണ്. अब शॉपिंग करेंगे पता है. नहीं नहीं यस हम खरीदेंगे और खेलेंगे. മിറ്റു അവന് പറയാം ഷോപ്പിംഗ് ചെയ്യാൻ. नहीं खेलेंगे खेलेंगे. സെനിപ്ലക്സിലാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സെനിപ്ലക്സിൽ ഇവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം. अच्छा हम लोग इसमें भी जाएंगे. ആ സിനിപ്ലക്സ് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇവിടെ ബനാന ലീഫ് എനിക്കൊന്ന് കേരളയുടെ സ്റ്റൈലുള്ള കടയാന്ന് തോന്നുന്നു. पंजाब ഈ ആനപ്പട്ടി എന്തുവാ പേരെന്തോ ആ കാണിച്ചു. നമ്മൾ സിനിപ്ലക്സ് എത്തിയിരിക്കുകയാണ്. കാണിക്ക ടിക്കറ്റ് കാണിക്ക. തുറക്കണ്ടേ? ഇവിടെ ചെക്കിങ് ടിക്കറ്റ്. ഇതാണ് കോഫി ടൈം. അജിൻ യാ യാ ഏതാ സ്ക്രീൻ നോക്ക്. ആ അതന്നെ സ്ക്രീൻ 4. ആ नहीं वापस वही कर रहे हैं. उसको करने दे. जोर से
हिलना चाहिए। अरे मार टच नहीं कर रही है वो ऐसे कर रही है गेम ओवर टच करके वो दबाती नहीं टच नहीं, मारना है, जोर से मारना है। लो जी, ये क्या बोल रहे कुछ तुम? चलो लेट्स गो, रेडी सेट गो। एक ही रुपया बचे, 1 रुपये में क्या करेंगे? 207 का पॉइंट है तो कुछ ले सकते हैं। 207 पॉइंट से 207 पॉइंट्स में तुम लोग कुछ भी कर ही सकते हैं। तू कितना बोला था उसने? 207 कैश 1 बैलेंस है 207। अरे 120 जल्दी सेलेक्ट करो भाई, जल्दी सेलेक्ट करो, जाने का है। करो करो करो, यस डबल डबल। क्या हुआ? उसको बुला जल्दी। अरे भाई उसको बुला। पॉपट हो गया क्या? हो गया मतलब ये खत्म हो गया, खत्म। अरे ये क्या कर रहे हो? हमें घुमाना फिर ये सब खींचना फिर इसको स्टार्ट करना रहेगा, स्टार्ट। हुआ कि नहीं हुआ है? नहीं हुआ ही नहीं। कॉइन चाहिए डालू डालना। कॉइन किधर है? नहीं हो रहा ना। करो करो बटन करो, जल्दी जल्दी करो। अरे चल। ट्रेन टिकट मिला है।